വേനൽക്കാലത്ത് നമ്മൾ എ സി മേടിക്കും, മഴക്കാലത്ത് റെയിൻകോട്ട് മേടിക്കും, അല്ലെങ്കിൽ കുടകൾ മേടിക്കും. കോവിഡ് മഹാമാരി ഉറഞ്ഞു തുള്ളുന്ന ഈ ഒരു സമയം ഏതൊക്കെ സെക്ടേഴ്സാണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഒന്നെന്ന് പറയുന്നത് ഫാർമ സെക്ടർ, രണ്ട് എന്ന് പറയുന്നത് കെമിക്കൽ സെക്ടർ, മൂന്ന് എന്ന് പറയുന്നത് FMCG സെക്ടർ. അങ്ങനെ പല സെക്ടേഴ്സുമുണ്ട്. ഞാൻ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടോ സെക്ടറുകൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോക്ക് സെലക്ഷനെ കുറിച്ചിട്ടാണ്. എസ്പെഷ്യലി ഷോർട്ട് ടേം അല്ലെങ്കിൽ BTST സ്റ്റോക്കുകൾ, മികച്ച ഫണ്ടമെൻ്റൽ ആസ് വെൽ ആസ് ടെക്നിക്കലായിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു trade4living. trade4livingൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നമുക്കൊരു കുഞ്ഞു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ കുറച്ച് കോൾസൊക്കെ കൊടുക്കാറുണ്ട് വാച്ച് ചെയ്യാനായിട്ട്. ഞാൻ പ്രത്യേകിച്ച് പറയും, ഒരിക്കലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് മേടിക്കരുത്, വാച്ച് ചെയ്യുക. അത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ മേടിക്കുക. അപ്പോൾ ആ ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റോക്ക് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റോക്ക് സെലക്ഷന് ഒരുപാട് ടെക്നിക്കുകളുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു സെക്ടറിനെ പോയിൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സെക്ടറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കെമിക്കൽ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ വിനാറ്റി ഓർഗാനിക്സ് ഉണ്ട്, ആർത്തി ഇൻഡസ്ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ പിഡിലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിമെൻറ്റ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമെൻ്റ് ഉണ്ട്, ഗ്രാസിം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഫാർമ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ അജന്ത ഫാർമയുണ്ട്, അല്ലെങ്കിൽ ഗ്ലെൻമാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ജൂബിലൻ്റ് ലൈഫ് സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ, സോഫ്റ്റ്വെയർ ഡൊമൈനിൽ നോക്കുകയാണെങ്കിൽ ടാറ്റ ELXI ഉണ്ട്, TCS ഉണ്ട്. അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കമ്പനി എടുക്കുക. ഇപ്പോൾ ഗ്രാസിം എടുക്കുകയാണ്, ഗ്രാസിം ഇൻഡസ്ട്രി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവർക്കും അറിയാം, അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ് ഗ്രാസിം ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ അൾട്രാടെക് സിമെൻറ്റ്. ഇതൊക്കെ ഒരു സിമെൻറ്റ് സെക്ടറിലുള്ളതാണ്. അൾട്രാടെക് സിമെൻ്റ് എന്ന സ്ക്രിപ്റ്റ് എടുത്ത് നമ്മുടെ സ്ക്രീനറിൽ പോവുക, screener.in. ഈ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സ്റ്റോക്ക്, അത് എങ്ങനെയാണ് ഞാനൊരു സ്റ്റോക്ക് ട്രേഡിങ്ങിന്, അല്ലെങ്കിൽ BTST ഷോർട്ട് ടേം, ട്രേഡിങ്ങിനെന്ന് പറയാൻ പറ്റില്ല, BTST ഷോർട്ട് ടേമിന് ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന മെത്തേഡിലൂടെ നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഒരു 90% അത് സക്സസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സെക്ടർ എടുക്കുക. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്നത് ഫാർമ സെക്ടർ, അല്ലെങ്കിൽ കെമിക്കൽ സെക്ടർ, അല്ലെങ്കിൽ FMCG സെക്ടറാണ്. എന്ന് വെച്ചിട്ട് മറ്റ് സെക്ടേഴ്സ് വളരെ മോശമെന്നല്ല ഞാൻ പറയുന്നത്. ബിക്കോസ് ബാങ്കിങ് അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മോർട്ടേജ് പോളിസി കൊണ്ടും, അല്ലെങ്കിൽ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം കൊണ്ട് തന്നെ ബാങ്കുകളുടെയൊക്കെ അവസ്ഥ ഒരു വളരെ ശോചനീയമാണ്. അതായത് 350 അല്ലെങ്കിൽ 400 ആ റേഞ്ചിൽ കിടന്ന SBI ഇപ്പോൾ കിടക്കുന്നത് 175, 180 റേഞ്ചിലാണ്. അതുപോലെ തന്നെ മറ്റ് ബാങ്കുകൾ 1700, 1800 കിടന്ന HDFC ബാങ്ക് ഇപ്പോൾ നിൽക്കുന്നത് 1050, 1000 റേഞ്ചിലാണ്. തീർച്ചയായിട്ടും അത് റിക്കവർ ആകില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും റിക്കവർ ആകും. പക്ഷേ നമുക്ക് ഒരു BTST അല്ലെങ്കിൽ ചെറിയൊരു ഷോർട്ട് ടേം പ്രോഫിറ്റ് വേണമെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിക്ഷേപിക്കുന്നതായിരിക്കും അഭികാമ്യം. പക്ഷേ ഇത് പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഞാനീ പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ടാക്റ്റിക്കാണ്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ ഇതിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പോയിന്റ് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റോക്ക് എടുക്കുക നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സിമെൻറ്റ് സെക്ടറാണ്. അപ്പോൾ സിമെൻറ്റ് സെക്ടർ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? അത്യാവശ്യം നല്ല ഒരു രീതിയിൽ നിൽക്കുന്ന അൾട്രാടെക് സിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് ഉണ്ട്. ഗ്രാസിം ഇൻഡസ്ട്രീസ് എടുക്കുക. ആ സ്ക്രിപ്റ്റ് നമ്മുടെ screener.in, ഈ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. screener.inൽ ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്ന് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കുക. അതിൻ്റെ ക്യാഷ് ഫ്ലോ എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെപ്റ്റ് എത്രയാണ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണ്, സെയിൽസ് ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാർട്ടറിലെ പ്രോഫിറ്റ് എങ്ങനെയാണ്, കഴിഞ്ഞ 3-4 ക്വാർട്ടറിൽ എങ്ങനെയാണ് അത് പെർഫോം ചെയ്തൊക്കെ നോക്കുക. അതിനുശേഷം തൊട്ടപ്പുറത്തൊരു കോളമുണ്ട് പിയർ, അതായത് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് എടുക്കുകയാണെങ്കിൽ അത് അവിടെ കൊടുക്കുമ്പോൾ മറ്റ് കമ്പനികളുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇനി ഫാർമയാണെങ്കിൽ അജന്ത ഫാർമ നല്ലൊരു കമ്പനിയാണ്. അപ്പോൾ അജന്ത ഫാർമ നമ്മൾ സ്ക്രീനർ എന്ന വെബ്സൈറ്റിൽ പോയി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ പിയറിൽ പോകുമ്പോൾ മറ്റ് കമ്പനികളെക്കുറിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് താഴോട്ട് വരുമ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോളംസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ആ കോളംസിൽ നമുക്ക് ആവശ്യമുള്ള EPSഉം ROEയും ROCയും ഡെപ്റ്റും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓരോ നമ്മൾ സെലക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അജന്ത ഫാർമയിൽ നിന്ന് കൊടുക്കുമ്പോൾ അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സായിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പിയേഴ്സായിട്ട് വരുന്ന മറ്റ് കമ്പനികളുടെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നും ഏറ്റവും നല്ലൊരു കമ്പനി സെലക്ട് ചെയ്യുക. അതായത് തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഏതെങ്കിലും 2-3 കമ്പനികൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സിമെൻറ്റ് സെക്ടർ ആണെങ്കിൽ അങ്ങനെ, കെമിക്കൽ സെക്ടർ ആണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ ആർത്തി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്,
അല്ലെങ്കിൽ വിനാറ്റി ഓർഗാനിക്സ്. അപ്പോൾ ഇപ്പോൾ വിനാറ്റി ഓർഗാനിക്സ് അത്യാവശ്യം നല്ലൊരു കമ്പനിയാണ്. അതിനെ നമ്മൾ സ്ക്രീനിൽ പോയി പറഞ്ഞതുപോലെ ഒന്ന് ഫിൽട്ടർ ചെയ്യുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിൻ്റെ പിയർ ഏതൊക്കെയെന്ന് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഡീപ്പായിട്ട് പോകുന്നില്ലെങ്കിൽ തീരത്തില്ല. SBI പോലെയുള്ള സ്ക്രിപ്പൊന്നും നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിളിൽ നമ്മളിപ്പോൾ എടുക്കുന്നത് ഈ കെമിക്കലോ ഈ പറഞ്ഞ 3-4 സെക്ടറുള്ള ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കാണ്. നമ്മൾ സ്ക്രീനറിൽ പോയി ഞാനിപ്പോൾ വിനാറ്റി ഓർഗാനിക്സ് കൊടുത്തു, അതുപോലെ അതിൻ്റെ പിയറുകൾ അവിടെ വന്നു, ആർതി ഇൻഡസ്ട്രീസ്, പിഡിലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് അതിൻ്റെ മറ്റു ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തും, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ വാല്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് 2-3 സ്റ്റോക്ക് ബെറ്ററായിട്ട് തോന്നും, അതിനെ പിക്ക് ചെയ്യുക. ഞാനിപ്പോൾ പറയുന്നത് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഫാർമയാണ്. ഇനി FMCG ആണെങ്കിൽ നമുക്കറിയാം ഗോദ്രേജ് അഗ്രോവെറ്റ് നല്ലൊരു കമ്പനിയാണ്. സോഫ്റ്റ്വെയർസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ടാറ്റ ELXI അല്ലെങ്കിൽ TCS ഒക്കെ വളരെ നല്ല കമ്പനിയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് സെക്ടറിലാണെങ്കിൽ തമ്മിൽ ഭേദം ഇപ്പോൾ മണപ്പുറമാണ്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കമ്പനിയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനികളിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്തിട്ട് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീനിൽ പോയി ഒന്ന് സ്ക്രീൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ സെക്ടറിൽ നിന്നും 2-3 കമ്പനികൾ നമ്മൾ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഈ കമ്പനീസിനെ മറ്റ് വെബ്സൈറ്റ്, അതായത് നമുക്ക് മോണോജീസ് ഉണ്ട്, അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് ടൈപ്പ് ഉണ്ട്, ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റിൽ പോകാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് ടിക്കറ്റ് ടൈപ്പാണ്. നമ്മളിൽ പലരും ആൾറെഡി യൂസ് ചെയ്യുന്ന ഒരു നല്ലൊരു വെബ്സൈറ്റാണ്, വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഈ ടിക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ടിക്കറ്റ് ടൈപ്പിൽ പോയിട്ട് ഈ മണപ്പുറം കൊടുക്കുക, അല്ലെങ്കിൽ വിനാറ്റി ഓർഗാനിക്സ് കൊടുക്കുക. നമ്മൾ ഏതാണോ സെലക്ട് ചെയ്ത് ആ സ്റ്റോക്കിൻ്റെ ഇൻഫർമേഷൻ അവിടെ കൊടുക്കുക. അപ്പോൾ അത് പറഞ്ഞു തരും ഇത് ഇൻട്രിൻസിക് വാല്യൂവിന് മേളിലാണോ താഴെയാണോ, ഓവർ ബോട്ടാണോ, ഓവർ സോൾഡ് ആണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ത്രെട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഈവൻ മണി കൺട്രോളിൽ നമുക്കറിയാൻ കഴിയും അതിൻ്റെ അത്യാവശ്യം എന്തൊക്കെ ത്രെട്ടാണ്, അല്ലെങ്കിൽ അത് ബുള്ളിഷാണോ ബെയറിഷാണോ എന്നൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്ന 2-3 കമ്പനികൾ, അതായത് ഓരോ സെക്ടറിലെയും 2-3 കമ്പനികൾ എടുത്തിട്ട് അതിൻ്റെ മന്ത്ലി ട്രെൻഡ് എന്ന് അനലൈസ് ചെയ്യാം. റൈറ്റ്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും കമ്പനി എടുക്കുകയാണ്, അത് മന്ത്ലി ഒരു ബെയറിഷ് ട്രെൻഡ് ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം ബുള്ളിഷ് ട്രെൻഡ് ഉള്ളതും ഈ പറഞ്ഞ കാര്യങ്ങളുള്ളതും ഒക്കെ എടുക്കുക. നിങ്ങൾക്ക് മോജോ വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം, അതൊരു നല്ല വെബ്സൈറ്റാണ്. മാർക്കറ്റ് മോജോയിൽ കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഓക്കെ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് ഓക്കെ ആണോ, അല്ലെങ്കിൽ വാല്യുവേഷൻ വൈസ് ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ പല വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്യുക, മറ്റ് വെബ്സൈറ്റുകളുടെ സഹായം കൂടി എടുക്കുക. അങ്ങനെ നമുക്കൊരു സെറ്റ് ഓഫ് ഷെയർസ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നല്ല ഷെയറുകൾ കിട്ടും. ഞാനീ പറയുന്നത് എസ്പെഷ്യലി പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം പലരും നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു എളുപ്പ വഴിയൊന്നുമില്ല, കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ആവും. റൈറ്റ്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഉടനെ കയറി വാങ്ങാനൊന്നും പോകണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എൻ്റെ കയ്യിലിപ്പോൾ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നും ടാറ്റ ELXI ഉണ്ട്, അല്ലെങ്കിൽ TCS ഉണ്ട്. ഇനി സിമെൻറ്റ് സെക്ടറിൽ എൻ്റെ കയ്യിൽ അൾട്രാടെക് സിമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാസിം ഉണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിൽ എൻ്റെ കയ്യിൽ വിനാറ്റി ഓർഗാനിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ആർതി ഇൻഡസ്ട്രീസ് ഉണ്ട്, അല്ലെങ്കിൽ പിഡിലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് ഒരു കറക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു നല്ല കറക്ഷൻ വരുമ്പോൾ ഈ മികച്ച വാല്യൂഷനിൽ ഈ പറഞ്ഞ ഷെയർസ് എല്ലാം കിട്ടും. മികച്ച വാല്യൂഷൻ കിട്ടും. അതായത് ഒരു 1000 രൂപ വിലയുള്ള ഷെയർ ആണെങ്കിൽ ഒരു 10 രൂപ 15 രൂപ ടക്കനങ്ങ് ഇടിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് സാധാരണ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിപ്പ് കണക്കാക്കി മേടിച്ചാൽ അവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു 10-15% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരത്തില്ല. അതുതന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കോളുകളും നിങ്ങളോട് വാച്ച് ചെയ്യാൻ വേണ്ടി പറയുന്ന കോളാണ്. ഞാൻ ഒരിക്കലും വാങ്ങാൻ പറയാറില്ല. ഇത്തരം ക്രൈറ്റീരിയ ഉള്ള കോൾസാണ് ഞാൻ ആ ടെലിഗ്രാം ചാനലിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മേഖലയിലോട്ട് പുതുതായിട്ട് കടന്നു വരുന്ന നിങ്ങൾക്കും ഇതിൽ ഏതെങ്കിലുമൊക്കെ പാർട്ട് ഉപയോഗപ്പെടും. തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്റ്റോക്കുകൾ നമ്മളിങ്ങനെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഡെലിവറി ടേൺ ഓവർ നോക്കുക. അത് അത്യാവശ്യം നമുക്കൊരു 15-20% അല്ലെങ്കിൽ ഒരു മികച്ച റിട്ടേൺ വേണമെങ്കിൽ ഒരു ഷോർട്ട് ടേമിന് വേണ്ടി നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ BTSTക്ക് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾ അതിൻ്റെ ഒരു ഡെലിവറി പെർസെൻറ്റേജ് നോക്കുക. അതായത് എത്ര ഷെയർസ് ഡെലിവറി നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എക്സ്പ്രസ്, അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഞാൻ 1-2 വെബ്സൈറ്റുകളുടെ നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇത്രയും നമ്മൾ ട്യൂൺ ചെയ്തതിന് ശേഷം ആ കമ്പനികളുടെ ഡെലിവറി ടേൺ ഓവറും, അല്ലെങ്കിൽ നല്ല ഡെലിവറി നടക്കുന്നു എന്ന് കൂടി നോക്കുക. അതായത് നല്ലൊരു കറക്ഷൻ നടന്നതിന് ശേഷം മികച്ച ഡെലിവറി കൂടി നടക്കുന്നു നോക്കുക. അതായത് നമ്മൾ ആൾറെഡി 2-3 സ്റ്റോക്ക് സെലക്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ഡെലിവറി ഇതിലേതിനാണ് നടക്കുന്നത് നോക്കുക.
അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ലൊരു മൂവ് ഇതിൽ കിട്ടും. ട്രെൻഡിങ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ട്രെൻഡിങ് സെക്ടേഴ്സ് മനസ്സിലാക്കുക. അതിനുശേഷം ഇത്തരം രീതിയിൽ ഈ ഒരു ഫിൽറ്റേഴ്സിൽ, ഈ ഒരു പ്രോസസ് ഓഫ് ഫിൽറ്റേഴ്സിലൂടെ ഒന്ന് പോവുക. ഞാനെല്ലാം ഒന്നും പറയുന്നില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു മന്ത്ലി ട്രെൻഡ് അല്ലെങ്കിൽ ഒരു വീക്ക്ലി ട്രെൻഡെങ്കിലും നോക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടും. തീർച്ചയായിട്ടും അത്തരം സ്റ്റോക്കുകൾ നമ്മളെ പറ്റിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല, നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്സ്റ്റോക്സിൻ്റെ അല്ലെങ്കിൽ സെറോധയുടെ അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാം. ഒരു പാൻ കാർഡ്, ആധാർ കാർഡ് മാത്രം മതി. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.